പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986 ഡിസംബർ 24. ഡിസംബർ 24 നമ്മൾ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട SCERTയിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നമുക്ക് നോക്കാം. സാധന വിൽപ്പന നിയമം 1930. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സാധന വിൽപ്പന നിയമം 1930. കാർഷികോൽപ്പന്ന നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമമനുസരിച്ചാണ്. 1937 കാർഷികോൽപ്പന്ന നിയമം. അവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഏത് നിയമമാണ് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നതെന്ന് ചോദിച്ചാൽ അവശ്യ സാധന നിയമം 1955. അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകളിൽ നിന്ന് ഈ നിയമം നമ്മളെ സഹായിക്കുന്നു. അളവ് തൂക്ക നിലവാരം 1976. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ടുള്ള നിലവിലുള്ള നിയമങ്ങൾ.